കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. നടി ആക്രമിക്കപ്പെട്ടപ്പോഴേക്ക് അവർ അത് ചെയ്തത് ദിലീപാണെന്ന് വിധി എഴുതുകയുണ്ടായി. ദിലീപാണ് ചെയ്തതെങ്കിൽ കോടതി വിധി പറയട്ടെ, അതുവരെയെങ്കിലും അയാളെ ഇങ്ങനെ ക്രൂശിക്കാതിരുന്നുകൂടെ? നടിയുടെ ആക്രമണത്തിന് ശേഷം ദിലീപ് എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയക്ക് അത് ഭീകര കുറ്റമാണ്. ദിലീപ് അമ്പലത്തിൽ പോയ കുറ്റം, പുറത്തിറങ്ങിയ കുറ്റം, അയാളും ഒരു മനുഷ്യനാണെന്ന് ആരും എന്താ ചിന്തിക്കാത്തത്? കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിലെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ദിലീപിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. മൃദംഗ ശൈലീശ്വരി ക്ഷേത്രം, മാടായിക്കാവ്, ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം, തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ദിലീപ് സന്ദർശിച്ചത്. അതിനിടെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പൊന്നുംകുടം വെച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ക്ഷേത്ര ദർശനത്തിനിടെ നിരവധി പേരാണ് ദിലീപിനെ കാണാൻ എത്തിയത്. ആരാധകരിൽ പലരും ദിലീപിനൊപ്പം ഫോട്ടോ പകർത്തുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുമുണ്ട്. അതേസമയം വീഡിയോയ്ക്ക് താഴെ ദിലീപിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് പലരും. പാപം ചെയ്തതിനു ശേഷം ദൈവത്തെ കണ്ടിട്ട് കാര്യമില്ലെന്നാണ് ചിലരുടെ വിമർശനം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടുമെന്നാണ് മറ്റു ചിലർ കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, വെറുക്കപ്പെട്ടവൻ എന്തെല്ലാം കാണിച്ചാലും ഈ വെറുപ്പ് ഇനി മാറുകയില്ല. എന്ത് കാണിച്ചാലും ശിക്ഷ കിട്ടും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഇനി നീ ഏത് ദൈവത്തിന്റെ മുൻപിൽ കുമ്പിട്ടാലും ശരി, കുടുംബ കോടതിയിൽ നിന്നും ഇറങ്ങി വന്ന നിന്റെ മുൻ ഭാര്യയില്ലേ, അവരുടെ കണ്ണുനീരിൽ നീ അന്നേ വെന്ത് വെണ്ണീറായിട്ടുണ്ട്. ഇനി നീ എന്തൊക്കെ ചെയ്ത് കൂടിയാലും അത് രക്ഷപ്പെടില്ല. നല്ലൊരു പൊൻകുടം അവൻ കുടച്ചു. മഞ്ജു വാര്യർ പോലെ ഈ ജന്മത്തിൽ ദിലീപിന് ഒരു പൊൻകുടം ഇനി കിട്ടില്ല. ഇപ്പോൾ കിട്ടിയത് ഒരു മൺകുടമാണ്. എപ്പോൾ വേണമെങ്കിലും നിലത്ത് വീണ് കൊട്ടാം. കൊട്ടേഷൻ വകയിൽ ആരോ സമ്മാനിച്ചത് ദൈവത്തിന് കൊടുത്ത് പാപമോചനം നേടാനാവും. ദൈവം എല്ലാം കാണുന്നവനാണല്ലോ. എന്ത് കോപ്രായം കാണിച്ചാലും ഇനിയും പഴയ പോലെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. അത്രയ്ക്ക് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് പലരെയും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്ക് ദിലീപ് ആരാധകർ മറുപടി നൽകുന്നുമുണ്ട്. മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനം ചൂണ്ടിക്കാട്ടുന്നവരോട് ദിലീപാണോ ലോകത്ത് ആദ്യമായി വിവാഹമോചനം നടത്തിയത് എന്നാണ് ആരാധകരുടെ മറുചോദ്യം. ആരാണ് തെറ്റ് ചെയ്തതെന്നും ആരാണ് യഥാർത്ഥത്തിൽ ഇരയായതെന്നും ഒക്കെ വരും ദിവസങ്ങളിൽ അറിയാമെന്നും താരത്തെ തുണിച്ച് ആരാധകർ കുറിക്കുന്നുണ്ട്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഉടൻ വിധി വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാസമാണ് 7 വർഷം നീണ്ട വിചാരണ നടപടികൾ പൂർത്തിയായത്. നിലവിൽ കോടതി അവധിയിലുമാണ്. അവധി കഴിഞ്ഞ് കോടതി തുറക്കുന്നതോടുകൂടി കേസിൽ വിധി പ്രഖ്യാപനം നടത്തിയേക്കും. നടി ആക്രമിക്കപ്പെട്ട കേസിലെ 8ാം പ്രതിയാണ് ദിലീപ്. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തി കൊട്ടേഷൻ കൊടുത്തു എന്നാണ് ദിലീപിനെതിരായ കേസ്. പൾസർ സുനിയാണ് കേസിലെ 1ാം പ്രതി. കേസിൽ 85 ദിവസത്തോളം ദിലീപ് ജയിലിൽ കിടന്നിരുന്നു. അതേസമയം ദിലീപ് തന്നെയാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നാണ് അടുത്തിടെ ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ പൾസർ സുനി പറഞ്ഞത്. 1.5 കോടിയുടെ കൊട്ടേഷനാണ് തന്നതെന്നും ഇതിൽ പകുതി പണം മാത്രമാണ് തനിക്ക് നൽകിയതെന്നും സുനി വെളിപ്പെടുത്തുകയുണ്ടായി. സംഭവത്തിന് ശേഷം ദിലീപിന് ഒരു ഡേറ്റ് തനിക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായും പൾസർ സുനി പറയുന്നു. വേവോളം കാത്തിരുന്നില്ലേ, ഇനി 6 ഓളമെങ്കിലും കൂടി കാത്തിരിക്കൂ, എന്നിട്ടാവാം ഈ കല്ലെറിയലൊക്കെ.